ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രിപ്സി നൊമാറ്റ്സ്. അപ്പോൾ ജോമിയുടെ പാരൻസൊക്കെ UK വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 3 വീക്സിലേക്ക് വന്നിരിക്കുകയാണ്. സോ നമ്മൾ ആദ്യം തന്നെ അവരെ ലണ്ടന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 30 മിനിറ്റ്സൊക്കെ ലണ്ടനിലോട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാറ് ക്ലഫാമിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് പിന്നെ ട്യൂബ് വല്ലതും എടുത്ത് ലണ്ടൻ സിറ്റി സെൻറ്ററിലോട്ട് പോവുകയാണ് പതിവ്. യൂഷ്വലി നമ്മൾ ലണ്ടനൊക്കെ നടന്നാണ് കാണാറ്. സോ ഇത്തവണ പാരൻസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളൊരു ഹോപ്പ് ഓൺ ബസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഹോപ്പ് ഓൺ ബസ് 24 hours ടിക്കറ്റ് വിത്ത് വൺ സൈഡ് ബോട്ടിന് നമുക്കായത് 45 pounds ആണ്. അത് വർത്ത് ഇറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ നല്ല രസമുണ്ടാവും. പൈസയ്ക്കുള്ളൊരു ഭംഗിയൊക്കെ കാണും. നമ്മൾ ഗോൾഡൻ ടൂറിസിൻ്റെ ടിക്കറ്റായിരുന്നു പർച്ചേസ് ചെയ്തത്. സോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പോയിൻറ്റിൻ്റെ അവിടെ നമുക്ക് പോയി ഇറങ്ങാം. എന്നിട്ട് സംഭവമൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ആ സ്റ്റോപ്പിൽ തന്നെ വന്ന് നിൽക്കുമ്പം നമുക്ക് അവരുടെ തന്നെ അടുത്ത ബസ്സിൽ കയറി അടുത്ത പോയിന്റിൽ ഇറങ്ങാം. സോ നമുക്ക് നടക്കേണ്ട കാര്യം വരത്തില്ല. അപ്പം പ്രായമായിട്ടുള്ളവർക്കൊക്കെ ഈസിലി നമുക്ക് ലണ്ടൻ മൊത്തം ചുറ്റിക്കറങ്ങാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഈ പരിപാടി. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് തന്നെ ടവർ ബ്രിഡ്ജ് ആയിരുന്നു. നമ്മൾ അതിൻ്റെ പല സൈഡ്സിൽ പോയി അതിൻ്റെ പല വ്യൂസിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ അവിടെ കൂടെ ചുമ്മാ തേരാപ്പാരയൊക്കെ നടന്ന് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് അവിടെ ബ്രിഡ്ജിൻ്റെ താഴെ ഒരു പബ്ബിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത സ്റ്റോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അത് 24 hour ടിക്കറ്റ് എന്ന് പറഞ്ഞാലും നമ്മുടെ ബസ്സസും ബോട്ട്സും ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 6 അല്ലെങ്കിൽ 7 PM വരെയൊക്കെ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ബോട്ട് എക്സ്പീരിയൻസ് ഭയങ്കര മെയിൻ ആയതുകൊണ്ട് അത് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ ബോട്ട് എക്സ്പീരിയൻസ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഊബർ ബോട്ടായിരുന്നു എടുത്തിരുന്നത്. അത് കുറച്ച് ചീപ്പായിട്ടുള്ളൊരു ഓപ്ഷനായിരുന്നു. ഒരു 11 pound മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് നമുക്കിപ്പോൾ പാക്കേജിൻ്റെ കൂടെ തന്നെ കിട്ടിയതുകൊണ്ട് നമ്മളിതൊരു സിറ്റി ക്രൂസിലാണ് പോയത്. ലണ്ടനിലെ ഏറ്റവും ഒരു അടിപൊളി പരിപാടി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ക്രൂസ് ട്രിപ്പാണ്. അതിപ്പോൾ നൈറ്റ് ആണെങ്കിലും അതിന് വേറൊരു ഭംഗിയാണ്, ഡേ ടൈമിലാണെങ്കിലും അത് വേറെ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ക്രൂസിലെ ക്യാപ്റ്റൻ നമ്മുടെ എൻ്റയർ ട്രിപ്പിൽ നമ്മുടെ ലണ്ടൻ്റെ ഫുൾ ചരിത്രം, അവിടെ കണ്ട ബിൽഡിങ്സിൻ്റെ ഒക്കെ എക്സ്പ്ലനേഷൻസ് അങ്ങനെ എല്ലാം പുള്ളി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ആക്ച്വലി ലണ്ടൻ ബ്രിഡ്ജ്. മറ്റേത് ടവർ ബ്രിഡ്ജാണ്. അതൊക്കെ പുള്ളി പറഞ്ഞു തന്നെയാണ്. മൊത്തം ഏകദേശം ഒരു 20 minutes റൈഡായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. സോ UK വിക്ടറി ഡേ പ്രമാണിച്ച് May 5 തൊട്ട് May 8 വരെ കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ പ്ലാൻഡ് ആയിരുന്നു, ലൈക്ക് എയർ ഷോസും അങ്ങനെയൊക്കെ. സോ ലക്കിലി നമുക്ക് അതൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ May 5 പോയത്. അങ്ങനെ നമ്മൾ എയർ ഷോ ഒക്കെ കണ്ടിട്ട് നമ്മൾ വെസ്റ്റ്മിനിസ്റ്ററിൽ പോയി ഇറങ്ങി. പിന്നെ ബിഗ് ബെന്നിൻ്റെ അവിടുത്തെ ഫേമസ് ഫോട്ടോ സ്പോട്ടിൽ പോയി ക്യൂ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ വെസ്റ്റ്മിനിസ്റ്ററിയും ബിഗ് ബെന്നും ഒക്കെ കണ്ടിട്ട് നമ്മൾ നെക്സ്റ്റ് ബക്കിംഗ്ഹാം പാലസിലോട്ടാണ് പോണത്. അപ്പോൾ ഇന്ന് വിക്ടറി ഡേ പ്രമാണിച്ച് ഇവിടെ പരേഡ്സും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ആയിരുന്നു.
ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കിനും വീട്ടുകാരൊക്കെ കുറച്ച് ടയേർഡായി. ഭയങ്കര തണുപ്പും അവർക്ക് ക്ലൈമറ്റും ഒന്നും അത്ര സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. സോ നമ്മൾ ഓർത്ത് ഇനിയിപ്പം നമുക്ക് ബസ്സിലിരുന്ന് ബാക്കി കാഴ്ചകൾ കാണാമെന്ന്. സോ നമ്മൾ കയറിയത് ലാസ്റ്റ് ഫുൾ ലൂപ്പ് ബസ്സിലായിരുന്നു. അതായത് ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ബസ് ഉണ്ടാവില്ല. അത് കാരണം നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയില്ല. നമ്മളിങ്ങനെ രണ്ട് സൈഡിലുള്ള അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളൊക്കെ കണ്ട് ബസ്സിൽ തന്നെ ഇരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ടവർ ബ്രിഡ്ജിൻ്റെ ഒക്കെ അടുത്തെത്തി. എന്നിട്ട് നമ്മൾ കൃത്യം 5 മണിയായപ്പോൾ ബറോ മാർക്കറ്റിലെത്തി. ബട്ട് ബറോ മാർക്കറ്റിൻ്റെ ക്ലോസിങ് ടൈം 5 മണിയായിരുന്നു. അത് കാരണം നമുക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ കുറച്ച് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു ബറോ മാർക്കറ്റിൽ വന്നത്. പക്ഷേ എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. നമ്മൾ ഏതായാലും ആദ്യമായിട്ടാണ് ബറോ മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ എന്താ സംഭവം എന്നൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് അവിടെ കൂടെയൊക്കെ നടന്ന് നോക്കിയിട്ടൊക്കെ പോയി പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ച് നമ്മളങ്ങനെ നമ്മുടെ ട്രിപ്പ് അവസാനിപ്പിച്ചു.